നമ്മളിന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അഡ്വാൻറ്റേജ് യൂസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ്. റേഷ്യോ അനാലിസിസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ടൂളാണിത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈസ് ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഫിനാൻഷ്യൽ ഹെൽത്ത് വിലയിരുത്തുന്നതിനും അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനുമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ യൂസ്ഫുൾ ടൂൾ ടു ദ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ് എക്സെട്ര ഫോർ വേരിയിങ് പർപ്പസസ്. മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, മറ്റുള്ള അതോറിറ്റീസൊക്കെ എന്തിനു ഉപയോഗിക്കാറുണ്ട്? പല കാര്യങ്ങൾക്ക് വേണ്ടി റേഷ്യോസ് ഉപയോഗിക്കാറുണ്ട്. ഇൻട്രസ്റ്റ് പാർട്ടീസ് ആർ ആസ് ഫോളോസ് ആണ്: മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെൻറ്, ടാക്സ് അതോറിറ്റീസ്. ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ടാണ് ഇത് തിരിച്ചാക്കണത് കേട്ടോ. അതിൽ ഫസ്റ്റത്തെ ടു ദ മാനേജ്മെൻറ്റിന് ഏത് തരത്തിലേക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. മാനേജ്മെൻറ്റ് ഒരു 6 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റേഷ്യോ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ പറയുന്നത് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ് പ്രൈമർലി ഫോർ ഡിസിഷൻ മേക്കിംഗ്. But the information provided in financial statements is not an end in itself, and no meaningful conclusion can be drawn from these statements alone. Financial statements prepared primarily എന്തിനു വേണ്ടി? ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി. പക്ഷേ ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കൺക്ലൂഷൻ, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് മാത്രം ഒരു കൺക്ലൂഷൻ എത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. Ratio analysis helps in making decisions from the information provided in these financial statements. അപ്പോൾ റേഷ്യോ അനാലിസിസ് ആണ് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ് എടുക്കാൻ എന്തുപയോഗിച്ച്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ റേഷ്യോ അനാലിസിസ് നടത്തും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആയിരിക്കാം. അപ്പം നമ്മൾക്ക് എന്താണ് എഴുതുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് കാണുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്, സോൾവൻസി റേഷ്യോ ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. റേഷ്യോ അനാലിസിസ് ഓഫ് മച്ച് ഹെൽപ്പ് ഇൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് പ്ലാനിങ്ങിന് സഹായിക്കുന്നുണ്ട്. പ്ലാനിങ് ഈസ് ലുക്കിംഗ് എഹെഡ് ആൻഡ് ദ റേഷ്യോസ് കാൽക്കുലേറ്റ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് വർക്ക് ആസ് എ ഗൈഡ് ഫോർ ദ ഫ്യൂച്ചർ. പ്ലാനിങ്ങിന് സഹായിക്കുന്ന റേഷ്യോസ് ആണ് എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്, ഒരുപാട് കാലത്തെ റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്നതിന് ഭാവിയിൽ ഉപകാരപ്പെടുന്നതിന് വേണ്ടി. മീനിങ്ഫുൾ കൺക്ലൂഷൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ഫ്യൂച്ചർ ഫ്രം ദീസ് റേഷ്യോസ്. അപ്പോൾ ഈ റേഷ്യോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഭാവിയിലെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഫേം ആർ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ മോർ ഈസി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ മാനർ ബൈ ദ യൂസ് ഓഫ് റേഷ്യോസ്. നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നുണ്ട്. The information contained in the financial statement is conveyed in a meaningful manner to the one for whom it is meant. ആരൊക്കെയൊക്കെയാണ് അത് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നതിന് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സഹായിക്കുന്നുണ്ട്. ദസ് റേഷ്യോ ഹെൽപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എൻഹാൻസ് ദ വാല്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്, അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാൻ പറ്റുള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അത് നോക്കിയാൽ അറിയാൻ പറ്റും ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്നുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നുണ്ട്. അടുത്ത ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ ആണ് പറയുന്നത്. റേഷ്യോ ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ വിച്ച് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ഇഫക്റ്റീവ് ബിസിനസ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന റേഷ്യോസ് ആണ്. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഓഫ് എഫിഷ്യൻസി ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് റിസൾട്ട്സ് ഇൻ ബെറ്റർ കോർഡിനേഷൻ ഇൻ ദ എൻ്റർപ്രൈസ്. നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം എഫിഷ്യൻസിയും വീക്ക്നെസ്സും എൻ്റർപ്രൈസിന് എന്താണെന്ന് വളരെ വേഗത്തിൽ എൻ്റർപ്രൈസിന് തന്നെ മനസ്സിലാക്കാനും അത് വീക്ക്നെസ് ഒഴിവാക്കുന്നതിനും അതിന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിനും റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഹെൽപ്സ് ഇൻ കൺട്രോൾ ആണ്. റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഇഫക്റ്റീവ് കൺട്രോൾ ഓഫ് ദ ബിസിനസ്. Standard ratios can be based upon pro forma financial statements and variances or deviations, if any, can be found by comparing the actual with the standards so as to take a corrective action at the right time. ഇതാണ് സ്റ്റാൻഡേർഡ് റേഷ്യോസ് നമ്മൾ ബേസ് ചെയ്യുമ്പോൾ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഫോമ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് കമ്പയർ ചെയ്യാം, ബഡ്ജറ്റ് ചെയ്ത് ഇപ്പോഴത്തെ
കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡീവിയേഷൻ വന്നാക്കണമെന്ന് അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാൻ ശരിയായ സമയത്ത് സാധിക്കും. ദ വീക്ക്നെസ് ഓർ അതർവൈസ് ഇഫ് എനി കം ടു ദ നോളജ് ഓഫ് ദ മാനേജ്മെൻറ്റ് വിച്ച് ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് കൺട്രോൾ ഓഫ് ദ ബിസിനസ്. ഇനി വീക്ക്നെസ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിന് ബിസിനസ്സിൽ ഇഫക്റ്റീവ് ആവാനായിട്ട് കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നാം എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിന് സാധിക്കും. അടുത്ത ലാസ്റ്റത്തെ പറയുന്നതാണ് അതർ യൂസസ്. റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്സ് ആൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. റേഷ്യോ അനാലിസിസ് മുകളിൽ പറഞ്ഞ് 5 കാര്യങ്ങൾക്കല്ലാതെ പല കാര്യങ്ങളും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്, ബഡ്ജറ്ററി കൺട്രോൾ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതിനും ഇതിന് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് റേഷ്യോസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയണത് കേട്ടോ. ഒന്നാമത്തെ പറയണത് എന്താണ്, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. 2 പറയണത് ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. 3-ാമത്തത് ഹെൽപ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ്, ഹെൽപ്സ് ഇൻ കോർഡിനേഷൻ, ഹെൽപ്സ് ഇൻ കൺട്രോൾ ആൻഡ് അതർ യൂസസ്. ഇനി 2-ാമത്തെ യൂസസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് പറയുന്നത് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സിനാണ് കേട്ടോ. 3 പോയിന്റ്സ് ആണ് പറയണത്. ഫസ്റ്റത്തെ പറയണത് ടേക്കിംഗ് ഇൻവെസ്റ്റിംഗ് ഡിസിഷൻസ്. ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് ടു അസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ വേർ ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്. ഇത് ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ സാധിക്കും ഏത് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ആ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഫേമിന് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ പറ്റും. 2-ാമത്തത് മെഷർ ലോങ് ടേം സോൾവൻസി. ദ ഇൻവെസ്റ്റേഴ്സ് വിൽ ഓൾവേസ് ബി ഇൻട്രസ്റ്റഡ് ഇൻ നോ ദ സോൾവൻസി ഓഫ് ദ കൺസേൺ. ഇതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമല്ല, ഫേമിൻ്റെ സോൾവൻസിയും ആർക്കറിയാൻ താല്പര്യമുണ്ട്, ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ താല്പര്യമുണ്ടാവും. ലോങ് ടേം സോൾവൻസി റേഷ്യോസ് ഹെൽപ്പ് ഹിം അസസിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ. ലോങ് ടേം റേഷ്യോസ് ആണ് ഇത്തരത്തിൽ ലോങ് ടേം സോൾവൻസി പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിനെ അല്ല ഇൻവെസ്റ്റേഴ്സിനെ എന്ത് ചെയ്യണത്, ഹെൽപ്പ് ചെയ്യണത്. 3 മെഷർ പ്രോഫിറ്റബിലിറ്റി പൊസിഷനാണ്. ഇൻവെസ്റ്റേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് റീസണബിൾ റിട്ടേൺ ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അറ്റ് മിനിമം റിസ്ക്. എന്താണ്, റിസ്ക് കുറഞ്ഞിട്ട് മാക്സിമം റിട്ടേൺ കിട്ടണമെന്ന് ഇൻവെസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്തറിയാൻ സഹായിക്കുക, അവരുടെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ അറിയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതുവന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസസ് ആയിട്ട് റേഷ്യോ കൊണ്ടുള്ള യൂസസ് ആയിട്ട് പറയണത്. ടേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നടത്തണം എന്നുള്ളത്. മെഷർ ലോങ് ടൈം സോൾവൻസി, മെഷർ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. ഇനി അടുത്ത ക്രെഡിറ്റേഴ്സിന് എങ്ങനെ യൂസ് ആവണം എന്നാണ് പറയണത്. The creditors suppliers extend a short-term credit to the concern. They are interested to know whether financial position of the concern warrants her payments at a specified time or not. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങുന്നവരാണ് അല്ലേ, കടമായിട്ട് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ അവർ എന്ത് പൊസിഷനാണ്, ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ആണ് ശ്രമിക്കണത്. അതായത് അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലാവധിക്കുള്ളിൽ അവർക്കത് തിരിച്ച് കിട്ടുമോ എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടാവും നോക്കും. ദ കൺസേൺ പേ ഷോർട്ട് ടൈം ക്രെഡിറ്റേഴ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് കറണ്ട് അസെറ്റ്സ്. ഷോർട്ട് ടൈം ക്രെഡിറ്റേഴ്സ് കറണ്ട് അസെറ്റ്സ് ഉപയോഗിച്ച് ഷോർട്ട് ടൈം പേയ്മെൻറ്റ് നടത്താൻ പറ്റുമോ അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. If the current assets are quite sufficient to meet current liabilities, then the creditor will not hesitate in extending credit facilities. അതായത് കറണ്ട് അസെറ്റ്സ് ഉപയോഗിച്ച് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഫേം ആണെന്ന് ക്രെഡിറ്റേഴ്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും എന്തെങ്കിലും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നീക്കുന്നതിന്, അതായത് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും പറയില്ല. ലിക്വിഡിറ്റി റേഷ്യോ ഗിവ് ആൻ ഐഡിയ അബൌട്ട് ദ കപ്പാസിറ്റി ടു പേ ഓഫ് ലയബിലിറ്റീസ് ഓഫ് ദ കൺസേൺ. പിന്നെ അത് കൂടെ ക്രെഡിറ്റേഴ്സിന് ലിക്വിഡിറ്റി റേഷ്യോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തറിയാൻ പറ്റും, ഫേമിന് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന്, ലയബിലിറ്റി പേ ഓഫിന് കേപ്പബിൾ ആണോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഫേമിനെ സഹായിക്കുന്നതാണ് ക്രെഡിറ്റേഴ്സായ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 4-ാമത് ദ എംപ്ലോയീസ് ആണ്. ദ എംപ്ലോയീസ് ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ. എന്താണ്, ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിലും എംപ്ലോയീസിന് ഇൻട്രസ്റ്റഡ് ആണ്. എന്തുകൊണ്ടാണ്, ഫേമിൻ്റെ പൊസിഷൻ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ആയാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ സാലറീസും ESIയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, അതിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ. Their wage increases and amount of fringe benefits are related to the volume of profits earned by the concern. വേജ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള അതുമായി അനുബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടണം.
ദ എംപ്ലോയീസ് മേക്ക് യൂസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ് ഇതിന് ആവശ്യമായ ഇൻഫർമേഷൻ കിട്ടുന്നത്. വേരിയസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് റിലേറ്റിംഗ് ടു ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ബെനിഫിറ്റ്സ് വേജസ് കിട്ടാനായിട്ട് പ്രോഫിറ്റ് കൂടണ കുറയണമെന്ന് അറിയാനായിട്ട് ഈ റേഷ്യോസാണ് അവരെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ വേജസും അതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ് കിട്ടുന്നതും ഫിനാൻഷ്യൽ പൊസിഷൻ പേയ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിന് റേഷ്യോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ തന്നെ ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് ഈസ് ഇൻട്രസ്റ്റഡ് ടു നോ ദ ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഓവറോൾ സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. വേരിയസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് റേഷ്യോസ് ഫോർ ഡിറ്റർമൈനിങ് ഷോർട്ട് ടേം, ലോങ് ടേം ആൻഡ് ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കൺസേൺസ്. എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് പല രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഷോർട്ട് ടേം ലിക്വിഡിറ്റി റേഷ്യോ, ലോങ് ടേം ലിക്വിഡിറ്റി റേഷ്യോ, ഓവറോൾ പെർഫോമൻസ് റേഷ്യോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രോഫിറ്റബിലിറ്റി ഇൻഡീസസ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോസ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡീസസും റേഷ്യോസിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗവൺമെൻറ് മേ ബേസ് ഇറ്റ്സ് ഫ്യൂച്ചർ പോളിസീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫ്രം വേരിയസ് യൂണിറ്റ്സ്. ഇപ്പോൾ ഗവൺമെൻറ്റിനാണെങ്കിൽ ഫ്യൂച്ചർ പോളിസീസ് ഇൻഡസ്ട്രിയുടെ ഇൻഫർമേഷൻ കിട്ടാൻ പല യൂണിറ്റ്സിൽ നിന്ന് അവർക്ക് അവൈലബിൾ ആണ്. The ratios may be used as indicator of overall financial strength of public as well as private sector. പബ്ലിക് സെക്ടറിനായി പ്രൈവറ്റ് സെക്ടറിന് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് എന്തറിയാൻ പറ്റും, അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വിലയിരുത്താനായിട്ട് ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ റിലയബിൾ ഇക്കണോമിക് ഇൻഫർമേഷൻ, ഗവൺമെൻറ് പ്ലാൻസ് ആൻഡ് പോളിസീസ് മേ നോട്ട് പ്രൂവ് സക്സസ്ഫുൾ. എന്താണ്, ശരിക്കുള്ള നല്ലൊരു ഇക്കണോമിക് ഇൻഫർമേഷൻ ലഭിച്ചില്ലെങ്കിൽ, റിലയബിൾ ആയിട്ടുള്ളത് വിശ്വസനീയമായ രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ പോളിസീസൊക്കെ എന്താണ് സക്സസ്ഫുൾ അല്ലെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിനും റേഷ്യോസാണ് എന്ത് ചെയ്യണത്, ഓരോ ഫേമിൻ്റെയും പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസ് എങ്ങനെ വിലയിരുത്താൻ സഹായിക്കുന്നത്. ലാസ്റ്റ് പറയുന്നത് 2 ടാക്സ് അതോറിറ്റീസ് ആണ് കേട്ടോ. ആസ് പെർ സെക്ഷൻ 44 AB ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1984, every assessee engaged in any business and having turnover or gross receipts exceeding ₹1 crore is required to get the accounts audited by a chartered accountant and submit the tax audit report. എന്താണ് പറയണത്, സെക്ഷൻ 44 AB പ്രകാരം ഇൻകം ടാക്സ് ആക്ട് 1984 പറയണത് ഏതൊരു അസസി ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ, ഗ്രോസ് റിസീപ്റ്റ്സ് 1 കോടിയിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് പോയിട്ട് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുകയും അതിനനുസൃതമായി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് പേ ചെയ്യുകയും വേണം. ക്ലോസ് 32 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് റിക്വയർസ് ദാറ്റ് ദ ഫോളോവിങ് അക്കൗണ്ട് റേഷ്യോസ് ചാസ്. അതിനവരെ സഹായിക്കുന്നത് ഏതൊക്കെ റേഷ്യോസ് ആണെന്നാണ് പറയണത്. ഗ്രോസ് പ്രോഫിറ്റ്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടേൺ ഓവർ, സ്റ്റോക്ക് ഇൻ ട്രേഡ് ബൈ ടേൺ ഓവർ എക്സെട്ര. അത് GP റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, സ്റ്റോക്ക് റേഷ്യോ, ഇതൊക്കെയാണ് എന്ത് ചെയ്യണത്, ടാക്സ് അതോറിറ്റിനെ ഹെൽപ്പ് ചെയ്യണത്. എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിനും എത്ര എമൗണ്ട് ഇവർക്ക് ടേൺ ഓവർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എന്തായിട്ട് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് റേഷ്യോസ് പറയണത്, അക്കൗണ്ടിങ് റേഷ്യോസ് പറയുന്നത്.